പ്രമേഹത്തെ ആയുർവേദം മാറാരോഗങ്ങളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഔഷധ ഉപയോഗത്തിനൊപ്പമോ അതിലുപരിയോ ആഹാര നിയന്ത്രണത്തിനും വ്യായാമശീലങ്ങൾക്കും പ്രത്യേക പ്രസക്തിയുള്ള ഒരു രോഗമാണ് പ്രമേഹം. അല്പമായ അശ്രദ്ധ പോലും ഗുരുതരമായ അനുബന്ധ രോഗങ്ങളെ സൃഷ്ടിക്കുന്ന പ്രമേഹത്തെ വളരെ കരുതലോടെ തന്നെ കാണണം. പ്രമേഹ രോഗിയെ വിഷമത്തിലാക്കുന്ന ഉപദ്രവ രോഗങ്ങളിൽ ഒന്നാണ് പ്രമേഹ പിടകകൾ അഥവാ പ്രമേഹ കുരുക്കൾ. ശരീരത്തിന്റെ ഏതു ഭാഗത്തും പിടകകൾ ഉണ്ടാകാറുണ്ടെങ്കിലും മുതുകിലും പുറത്തുമാണ് ധാരാളം കാണാറുള്ളത്. മുഖം, മർമ്മസ്ഥാനങ്ങൾ, പൃഷ്ഠഭാഗം, തോൾ, മലദ്വാരം, ശിരസ്, സന്ധികൾ എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന പിടകകൾ അതീവ വേദനയുള്ളതും ഉണങ്ങാൻ താമസമുള്ളവയുമായിരിക്കും. ചട്ടിയുടെയും ആമപ്പുറത്തിന്റെയും വലക്കണ്ണികളുടെയും കടുകുമണിയുടെയും ചണപ്പയറിന്റെയും ആകൃതിയിലൊക്കെ ആയിരിക്കും ഈ പിടകകൾ ഉണ്ടാകാറുള്ളത്. രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. കരുവാളിപ്പ്, വേദന, വൃത്താകൃതിയിൽ കല്ലിപ്പ്, നീറ്റൽ, ചുമന്ന നിറം, പനി, ചലം സ്രവിക്കുക, പുകച്ചിൽ, പരന്ന് വേദനയോടുകൂടി കാണുക തുടങ്ങിയവയാണ് സാധാരണ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. ഔഷധങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പ്രമേഹ രോഗിക്ക് ആശ്വാസമേകുന്ന ഔഷധികൾ നിരവധിയാണ്. ഇവയിൽ മഞ്ഞൾ, മരമഞ്ഞൾ, നെല്ലിക്ക, തേറ്റാമ്പരൽ, നാൽപ്പാമരം എന്നിവ കുരുക്കളെ ഉണക്കുന്നതോടൊപ്പം പ്രമേഹ നിയന്ത്രണത്തിനും പ്രധാന പങ്കുവഹിക്കുന്നതായി കാണാം. മഞ്ഞൾ, മരമഞ്ഞൾ തുടങ്ങിയവ വ്രണം ഉണക്കാനുള്ള ശക്തമായ കഴിവ് മഞ്ഞളിനും മരമഞ്ഞളിനുമുണ്ട്. ഒപ്പം അണുനാശക ശക്തിയും. അരച്ചെടുത്ത് 5 ഗ്രാം മഞ്ഞൾ വെണ്ണയിൽ ചാലിച്ച് കഴിക്കുന്നത് പ്രമേഹം നിയന്ത്രിക്കുന്നതോടൊപ്പം കുരുക്കൾ മൂലമുണ്ടാകുന്ന ചൊറിച്ചിലും വീക്കവും ശമിപ്പിക്കുകയും ചെയ്യും. മരമഞ്ഞൾ തൊലി കഷായം വെച്ച് തണുപ്പിച്ചരച്ച് വ്രണം കഴുകുന്നത് വ്രണത്തെ പെട്ടെന്ന് ഉണക്കാറുണ്ട്. രസായന സ്വഭാവം കൊണ്ട് തന്നെ ഉത്കൃഷ്ടമായ ഔഷധമാണ് നെല്ലിക്ക. ശരീരധാതുക്കളുടെ സമീകൃതമായ പ്രവർത്തനം സാധ്യമാക്കാനും നെല്ലിക്കയ്ക്ക് കഴിയും. നെല്ലിക്ക ചതച്ചെടുത്ത നീര് 2 സ്പൂൺ കഴിക്കുകയോ അടുപ്പിൽ വെച്ച് ചുട്ടെടുത്ത നെല്ലിക്ക ചമ്മന്തിയാക്കി കഴിക്കുകയോ ചെയ്യുന്നത് പ്രമേഹ കുരുവിനും പ്രമേഹത്തിനും ഉത്തമമാണ്. അതുപോലെ കോശങ്ങളുടെ നാശം വളരെ പെട്ടെന്നാണ് പ്രമേഹ രോഗിയിൽ ഉണ്ടാകുന്നത്. കോശങ്ങളുടെ ജീർണതയെ തടയാൻ മഞ്ഞൾപ്പൊടി നെല്ലിക്ക നീരിൽ കഴിച്ചാൽ മതിയാകും. വ്രണത്തെ വെടിപ്പാക്കാൻ തേറ്റാമ്പരലിന് കഴിയും. സ്രാവത്തെ കുറച്ച് കുരുക്കളെ ഉണക്കുന്നതോടൊപ്പം തേറ്റാമ്പരൽ പ്രമേഹത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. 10 ഗ്രാം തേറ്റാമ്പരൽ അരച്ച് മോരിൽ കഴിക്കുന്നത് നല്ല ഫലം ചെയ്യും. പ്രമേഹ കുരുക്കൾ മൂലമുണ്ടാകുന്ന ശക്തമായ പുകച്ചിലിനെയും ചുട്ടുനീറ്റലിനെയും ശമിപ്പിക്കാൻ നാൽപ്പാമരത്തിന് കഴിയും. നാൽപ്പാമരപ്പട്ട കഷായമാക്കി തണുപ്പിച്ചരച്ച് വ്രണം പലവട്ടം കഴുകിയാൽ മതിയാകും. നാൽപ്പാമര കഷായം കറുകനീര് ചേർത്ത് കഴിക്കുന്നത് വ്രണത്തെ ഉണക്കും. ജീവിതശൈലി ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആഹാര നിയന്ത്രണത്തിനും വ്യായാമത്തിനും പ്രമേഹം നിയന്ത്രിക്കുന്നതിൽ നല്ല പങ്കുണ്ട്. ആഹാര നിയന്ത്രണത്തിനും വ്യായാമത്തിനും പ്രമേഹം നിയന്ത്രിക്കുന്നതിൽ നല്ല പങ്കുണ്ട്. കഴിക്കുന്ന ഓരോ ഭക്ഷണവും സമീകൃതമായിരിക്കാൻ ശ്രദ്ധിക്കണം. ആന്തരികമായും ബാഹ്യമായും ഉണ്ടാകുന്ന മുറിവുകളെയും കുരുക്കളെയും ഉണക്കാൻ ഗോതമ്പിന് പ്രത്യേക കഴിവുണ്ട്. അതിനാൽ ഗോതമ്പിന്റെ വിഭവങ്ങൾ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രമേഹ രോഗികൾക്ക് എന്തുകൊണ്ടും ഉചിതമായിരിക്കും. ഒപ്പം വയർ നിറഞ്ഞ പ്രതീതി ഉളവാക്കാൻ വെള്ളരി, തക്കാളി, കക്കിരി ഇവ സമൃദ്ധമായി ഓരോ തവണയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും വേണം. മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ, ചീര, ബീൻസ്, കടല, തഴുതാമ, അമരയ്ക്ക, അകത്തിപ്പൂവ്, ഉലുവ, ചെറുനാരങ്ങ, വാഴച്ചുണ്ട്, വാഴപ്പിണ്ടി ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രമേഹ രോഗിക്ക് അനുയോജ്യമാണ്. മദ്യം, കരിമ്പിൻ നീര്, ശർക്കര, കൽക്കണ്ടം, പഞ്ചസാര, പുതിയ ധാന്യങ്ങൾ ഇവ ഒഴിവാക്കുകയും വേണം. വ്യായാമത്തിലൂടെ ഇൻസുലിന്റെ പ്രവർത്തനത്തെ സുഗമമാക്കാനും കൊഴുപ്പിനെ കൂടുതൽ വിനിയോഗിക്കാനും കഴിയും. വ്യായാമങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. പ്രമേഹ കുരുക്കൾ പൂർണ്ണമായും ഉണങ്ങിയ ശേഷം വ്യായാമം ചെയ്യുന്നതാണ് ഉത്തമം. ഔഷധത്തോടൊപ്പം ഭക്ഷണത്തിനും വ്യായാമത്തിനും പ്രാധാന്യം കൊടുക്കുകയും മാനസിക സംഘർഷത്തെ പരമാവധി അകറ്റി നിർത്തുകയും ചെയ്യുക. ഏവർക്കും തീർച്ചയായും പ്രമേഹത്തെ കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.